ഹരേ കൃഷ്ണ, ജയശ്രീ, രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 60 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധമാവാനായിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവതി അമ്മ നമ്മളെ സംരക്ഷിക്കാനായിക്കൊണ്ട്, നമ്മുടെ ജീവിതം എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതം എപ്പോഴും മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് വേണ്ടിയിട്ട്, നമുക്കെപ്പോഴും ആശ്രയമായിട്ട് നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും നമ്മുടെ കുടുംബത്തിന് തന്നെ എല്ലാവർക്കും ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, ലോകമാതാവായിട്ടുള്ള അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് വൈഷ്ണവ സുദർശനത്തിൽ അമ്മയുടെ അവതാരപ്പിറവി മുതൽ 108 ദിവസങ്ങളിൽ ചെയ്യുന്ന ഉപാസനയ്ക്ക് ഏതൊരു ഉപാസനയെക്കാളും 3 ഇരട്ടി ശക്തിയും ബലവും അനുഗ്രഹവും ഉണ്ടാവുന്നതാണ്. അപ്പം ഈ ഒരു അനുഗ്രഹത്തിനായിക്കൊണ്ട് ജീവിതം സമ്പുഷ്ടമാകാനായിട്ട്, സമൃദ്ധിയാവാനായിട്ട്, അമ്മയിലേക്ക് ചേരാനായിട്ട്, അമ്മയിലൂടെ ഭഗവാനിലേക്ക് ചേരാനായിട്ട് വൈഷ്ണവ സുദർശനം ആരംഭിച്ച യജ്ഞം 60 ദിവസം പിന്നിടുകയാണ്. ഈ 60 ദിവസങ്ങളിലും തുടക്കം മുതൽ തന്നെ ഈ വൈഷ്ണവ സുദർശനത്തിൻ്റെ ഈ ദേവി ഉപാസനയിൽ പങ്കെടുത്തിട്ടുള്ള ധാരാളം ഭക്ത മനസ്സുകളുണ്ട്. എല്ലാവരെയും അമ്മ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമ്മയുടെ ഒരു കൈത്താങ് ആവശ്യമായി വരുന്ന സമയം തീർച്ചയായും അമ്മയ്ക്ക് അവരെ അനുഗ്രഹിക്കുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം ഇത് കേൾക്കുന്ന ധാരാളം ഭക്ത മനസ്സുകൾ, സഹോദരി സഹോദരന്മാർ, അമ്മമാര് ധാരാളം പേരുണ്ട്. അപ്പോൾ ഉടനടി ഇപ്പം ചിലർ പറയും കുറച്ച് ദിവസത്തെ ഒരു ഉപാസന കൊണ്ട് മാത്രമൊന്നും ഒരു കാര്യവും നടക്കാൻ, പക്ഷെ വളരെ മാറ്റം വരും. ജീവിതത്തിലൊരു സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. കഴിഞ്ഞ 60 ദിവസം മുമ്പുള്ള ജീവിതത്തേക്കാൾ ഇപ്പോഴുള്ള ജീവിതത്തിന് ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെ ഭജിക്കുമ്പോഴാണ്? പരിപൂർണമായിട്ട് ഭക്തിയോടുകൂടി അമ്മയെ ഹൃദയമാകുന്ന ശ്രീകോവിൽ പ്രതിഷ്ഠിച്ച് ആ ഒരു അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും എന്ന് അടിയുറച്ച് ആ ഒരു ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി അമ്മയെ ഭജിച്ച എല്ലാവർക്കും ഒരു മാറ്റം ഈ 60 ദിവസം മുമ്പ് ജീവിതത്തിൽ ഉണ്ടാവുന്നതിനേക്കാളും ഇങ്ങനെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഇനിയിപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓർത്തു വെച്ചോളൂ, ഒരു ദിവസത്തെ ഭജനം പോലും പാഴായി പോവില്ല എന്നുള്ളതാണ്. കാരണം നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ഗുണം അത് ഭഗവാൻ ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭഗവതിക്കില്ല. നമുക്കെല്ലാവർക്കും, മനുഷ്യർക്ക് എല്ലാവർക്കും, അല്ലെ മറ്റു മൃഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ദുഃഖകരമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും സന്തോഷകരമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ നമുക്ക് മറക്കാൻ ഉള്ളൊരു ഗുണം നമുക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ അങ്ങനെ ഒരു ഗുണമില്ല. എന്ത് ഗുണമില്ല? ഭഗവാൻ മറക്കാനുള്ള ഗുണമില്ല. ഭഗവാൻ ഇങ്ങനെ എല്ലാം ഓർത്തിരുന്നിട്ട് നമുക്ക് എപ്പോഴാണോ ഈ ഉപാസനയുടെ ഫലം ആവശ്യമായിട്ട് വരുന്നത്, ജീവിതത്തിൽ എപ്പോഴാണോ ഒരാളെന്നെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോൾ എൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ടോ അപ്പോൾ ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കും, ഞാൻ അവനെ സഹായിച്ചിരിക്കും. എൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ ഭക്തന്മേൽ, എൻ്റെ കുട്ടിയുടെ മേൽ എപ്പോഴും ഉണ്ടാവും എന്ന് അമ്മ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊന്നും കാണാതെ പഠിച്ച് എഴുതി വെച്ച് ഇവിടെ വന്ന് പറയുന്ന വാക്കുകളല്ല. അമ്മയുടെ മുമ്പിലിരുന്ന് അമ്മ എന്താണോ പറയാനായിട്ട് തോന്നിപ്പിക്കുന്നത്, അമ്മ മനസ്സിൽ തരുന്ന വാക്കുകൾ മാത്രമാണ് ഭക്ത മനസ്സുകളോടായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ആവശ്യമായി വരുന്നത്, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായി വരുന്നോ, ഇപ്പോൾ ചെയ്യുന്ന ഉപാസന, അതാണ് നേരത്തെ പറഞ്ഞത്, മനുഷ്യർക്കുള്ളൊരു ഗുണം
ദേവന്മാർക്ക് ഇല്ല എന്ന് പറഞ്ഞത് എന്താണ്? മറക്കാനുള്ളൊരു ഗുണം. പക്ഷേ ഈ മറക്കാത്തത് കൊണ്ട് നമ്മൾ ചെയ്ത ഉപാസനയും അമ്മ മറക്കില്ല. അമ്മ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ ഒരു അനുഗ്രഹം, കൈത്താങ്ങ് ആവശ്യമായി വരുന്നതോ, ഒരു അപകടത്തിലേക്കും നമ്മളെ തള്ളിവിടാതെ അമ്മ നമ്മളെ നെഞ്ചോട് ചേർത്ത് അമ്മ നമ്മളെ കാത്തു സൂക്ഷിക്കും, അമ്മ നമ്മളെ സംരക്ഷിക്കും. ഈ ഉപാസന ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലും നിരാശ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം. എല്ലാവരും ഹൃദയകമലങ്ങളിൽ ആ ഭഗവതി അമ്മയെയും ഭഗവാന്റെയും തിരുരൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഇത് കേൾക്കുന്നതിനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് തന്നതിൽ ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട്, ഭഗവാനെയും അമ്മയെയും ചേർത്ത് വെച്ചുകൊണ്ട്, ആ രൂപം ഒരുമിച്ച് കണ്ടുകൊണ്ട്, ഹൃദയത്തിൽ എപ്പോഴും ഭഗവത് ഭക്തി ഉണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതുപോലെയുള്ള സത്സംഗങ്ങൾ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു 10,000 ചെവി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. 10,000 ചെവി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ ചെവി എന്നല്ല അർത്ഥം. എവിടെ സത്സംഗമുണ്ടോ, നാമസങ്കീർത്തനമുണ്ടോ, ഭഗവാന്റെ തിരുനാമങ്ങൾ എവിടെ ആരൊക്കെ ജപിക്കുന്നുണ്ടോ അതൊക്കെ കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തരണമേ ഭഗവതി അല്ലെങ്കിൽ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ജപം നമുക്ക് ആരംഭിക്കാം. ഈ ലോകത്തില് കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മയുണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതവും സുഖവും സന്തോഷവും സമാധാനവും നിറഞ്ഞതായി മാറുന്നു. ഈ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ജപം ആരംഭിക്കുന്നു. ഇന്നത്തെ ജപത്തിൽ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ചന്ദ്രരൂപായൈ നമ എന്നുള്ളതാണ്. ഓം ചന്ദ്രരൂപായൈ നമ എന്നുള്ള തിരുനാമമാണ്. ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങൾ ഭക്തമനസ്സുകൾ നൽകുന്ന എല്ലാ കമൻറ്റുകളും എല്ലാ ലൈക്കുകളും അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ വെച്ച് അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടായ ഒരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജപം ആരംഭിക്കുകയാണ്. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഓം ചന്ദ്രരൂപായൈ 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 നമഃ.
ചന്ദ്രരൂപായൈ നമഃ. ഓം 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 ചന്ദ്രരൂപായൈ നമഃ.
ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. ഓം ചന്ദ്രരൂപായൈ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.